നമസ്കാരം. വാസ്തുവും വിശ്വാസവും എന്ന യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. വാസ്തുശാസ്ത്രത്തെ അവഗണിച്ചുകൊണ്ട് നിർമ്മാണം നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭാരതീയ വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഭാരതീയരാണെങ്കിൽ അത് ഏറെക്കുറെയൊക്കെ അനുസരിക്കാൻ തയ്യാറാവും, അതല്ലെങ്കിൽ തന്നെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നടത്തിയ ഒരു നിർമ്മാണത്തെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. അതായത് നമ്മുടെ അയൽ രാജ്യമായ അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു നിർമ്മാണം നടത്തി. ആ ഭൂമിക്ക് 5 വശങ്ങളാണുള്ളത്. ഈ 5 വശങ്ങളുള്ള ഭൂമിയിൽ നിർമ്മാണം നടത്തുന്നത് തികച്ചും അശുഭമാണ്. അത് ഈ ഇംഗ്ലീഷുകാർക്ക് അറിയില്ല എന്നതുകൊണ്ട് അവരത് ചെയ്തു. എന്നാൽ ഈ 5 വശങ്ങളുള്ള ഭൂമി മാത്രമല്ല, ആ ഭൂമിയിൽ 5 വശങ്ങളുള്ള ഒരു കെട്ടിടമാണ് നിർമ്മിച്ചത്. കെട്ടിടമെന്ന് പറഞ്ഞാൽ അതീവ ഭരണശിലാകേന്ദ്രം കൂടിയാണ്. അതീവ പ്രാധാന്യമായ തീരുമാനങ്ങൾ എടുക്കുന്ന കെട്ടിടമാണ്. എല്ലാം കൊണ്ടും വളരെ പരമപ്രധാനമായ ഒരു മർമ്മസ്ഥാനം മാത്രമാണ് ആ കെട്ടിടമെന്ന് കൂടി നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. അതായത് അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിൻ്റെ ആസ്ഥാന മന്ദിരമാണ് അമേരിക്കയുടെ ഈ കെട്ടിടം. ഈ 5 വശങ്ങളുള്ള കെട്ടിടം, അതായത് അതിൻ്റെ പേര് പെൻറ്റഗൺ എന്താണ് പറയുന്നത്. ഈ 5 വശങ്ങളുടെ രൂപത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇത് വാഷിങ്ടണിലെ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമാണ് ഈ കെട്ടിടം. 26,000ഓളം സൈനികരും സിവിലിയൻ ജീവനക്കാരും ഈ കെട്ടിടത്തിൽ ജോലി ചെയ്യുന്നു. 1941-നും 1943-നും ഇടയിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത്. 5 വശങ്ങളുള്ള അല്ലെങ്കിൽ 5 റിങ്ങുകൾ ചേർത്ത് വെച്ച രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ റിങ്ങിനും ഇടയിൽ നടപ്പാതകളുമുണ്ട്. കെട്ടിടം വളരെ വലുതാണെങ്കിലും അതിൻ്റെ പ്രത്യേക ആകൃതി കാരണം ഉള്ളിലെ ഏത് 2 പോയിൻറ്റുകൾക്കിടയിലും നടന്നെത്താൻ 7 മിനിറ്റിന് താഴെ സമയം മതിയാവും. ആ രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. അമേരിക്കയുടെ സൈനിക ശക്തികളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും പ്രതീകമായിട്ടാണ് പെൻറ്റഗൺ അറിയപ്പെടുന്നത്. അതായത് അമേരിക്കയുടെ സൈനിക ശക്തിയുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും പ്രതീകമായിട്ടാണ് ഈ പെൻറ്റഗൺ ബിൽഡിംഗ് അറിയപ്പെടുന്നത്. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ പ്രധാന നയതന്ത്ര കേന്ദ്രമാണ് ഈ കെട്ടിടം. 2001 സെപ്റ്റംബറിലെ ഭീകര ആക്രമണത്തിൽ ഇതിൻ്റെ ഒരു ഭാഗം തകർക്കപ്പെട്ടു. പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും ഈ പെൻറ്റഗണിൽ തന്നെയാണ് ഈ സൈനിക, നാവിക, വ്യോമത്താവളങ്ങൾ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയുടെ യുക്തതന്ത്രങ്ങളും സൈനിക തീരുമാനങ്ങളും എടുക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഈ പെൻറ്റഗൺ. ഈ പെൻറ്റഗണിൻ്റെ നിർമ്മാണത്തെപ്പറ്റി ഞാൻ പറയാനൊരു പ്രധാന കാരണമുണ്ട്. സാധാരണ ഈ 5 വശങ്ങളുള്ള ഒരു കെട്ടിടമൊക്കെ നിർമ്മിക്കുമ്പോൾ അവിടുത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഗൃഹനാഥന് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിക്ക് വീട് നിർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ ഗൃഹനാഥനെ എന്ന് പറയാം, അല്ലെങ്കിൽ രാജ്യത്തെ ആയതുകൊണ്ട് നമ്മൾ ഭരണാധികാരി എന്ന് തന്നെ പറയാം. ഈ ഭരണാധികാരിക്ക് മറ്റു രാജ്യങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ച് ഞാനാണ് വലിയവൻ എന്ന രീതിയിൽ ഒരു സ്വഭാവ സവിശേഷത ഉണ്ടാവും. ഇത് വീട് നിർമ്മിച്ചാലും അയൽവക്കക്കാർക്ക് എന്നെ സ്വാധീനിച്ച് അല്ലെങ്കിൽ അയൽവക്കക്കാരെല്ലാം ഞാൻ പറയുന്നത് പോലെ കേട്ട് ജീവിക്കണം എന്നുള്ളൊരു അവസ്ഥാവിശേഷത്തിലൊരു സ്വഭാവം ഇയാൾക്കുണ്ടാവും. ഇതിനെക്കുറിച്ച് ഈ ഫലത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് പോയി കാണാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാവൂ. കാരണം ഇത്തരം കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരോ അതിൻ്റെ ഉടമസ്ഥരോ വക്രബുദ്ധി ഉള്ളവരാകും എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. വക്രബുദ്ധി മാത്രമല്ല, തന്നെ ധിക്കരിക്കുന്നത് പൊറുക്കാൻ കഴിയാത്ത ഒരവസ്ഥ വിശേഷമുള്ള സ്വഭാവ വിശേഷക്കാർ. ചുരുക്കത്തിൽ ഇത്തരം കെട്ടിടത്തിൻ്റെ ഉടമകൾ അല്ലെങ്കിൽ ഇത്തരം കെട്ടിടത്തിൻ്റെ ഭരണാധികൾ ഒരു മാനസിക വിഭ്രാന്തി ഉള്ളതുപോലത്തെ മനുഷ്യരായി ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അത് ആരോ ആയിക്കോട്ടെ, ആരായിരുന്നാലും, ഏത് ഭരണാധികാരിയായിരുന്നാലും ഈ അവസ്ഥയിലേക്ക്
നീങ്ങും. അതാണ് ആ കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേകത. കാരണം ആ കെട്ടിടമാണ് ഒരു രാജ്യത്തിൻ്റെ മൊത്തം പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനും യുദ്ധതന്ത്രങ്ങൾ പണിയുന്നതിൻ്റെയും ഒക്കെ പ്രധാന കേന്ദ്രം കൂടെയാണ്. അത് മാത്രമല്ല, അയൽ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ അയൽ വീട്ടുകാരുടെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ഈ ഉടമകൾ കയറി ഇടപെടും എന്നൊരു സ്വഭാവം അവർക്കുണ്ടാവും. പിന്നെ ഹൃദയ കാഠിന്യം കൂടിയ മനുഷ്യരായിരിക്കും എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇത്തരം കെട്ടിടങ്ങളുടെ ഉടമയോ ഇത്തരം കെട്ടിടങ്ങളുടെ ഒരു രാജ്യത്തിനാണെങ്കിൽ അതിൻ്റെ ഭരണാധിയോ ഒരു ഹൃദയ കാഠിന്യമുള്ളവരായിരിക്കുമെന്ന് മാത്രമല്ല വക്രബുദ്ധി ഉള്ളവരും കൂടിയായിരിക്കുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. അതിനാൽ ഈ വിഷയം നിങ്ങളൊന്ന് സ്വയം വിശകലനം ചെയ്ത് വാസ്തുശാസ്ത്രത്തിൻ്റെ ഫലപ്രാപ്തി ഈ നിർമ്മാണ പ്രക്രിയയുമായിട്ട് ഒന്ന് വിശകലനം ചെയ്ത് വിലയിരുത്തി മനസ്സിലാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന് മാത്രം പലർക്കും പല മടിയാണ്. ഒരു വിരൽ ഒന്ന് താഴ്ത്തിയതിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഒരു സബ്സ്ക്രിപ്ഷൻ. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ സുഖമായി നടത്താൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം. അതിനാൽ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ ആരും ഒരു പിശുക്കും കാണിക്കരുത്. അതിൽ മറ്റൊരു കാര്യം, ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ലോങ് വീഡിയോകൾ കാണാൻ പ്രേക്ഷകർക്ക് വളരെ മടിയും അലസതയും കാണിക്കുന്നുണ്ട്. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. നമ്മൾ ഒരു ലോങ് വീഡിയോ ഇടുകയാണെങ്കിൽ അത് പലരും തിരിഞ്ഞു പോലും നോക്കാത്തൊരവസ്ഥയാണ്. എന്നാൽ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിക്കോട്ടെ, 1 മിനിറ്റോ അര മിനിറ്റോ ഉള്ളതിന് അതിനാണ് ആൾക്കാർ ഇടിച്ച് കയറുന്നത്. പക്ഷേ വാസ്തുശാസ്ത്രത്തിൽ വിശദമായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ അല്പം ലോങ് വീഡിയോ ആയാലേ പറ്റത്തുള്ളൂ. അതിനാൽ ഞാനും അടുത്ത മിക്കവാറും അടുത്ത് ഏതാനും ഭാഗങ്ങൾ മുറിച്ച് ചെറിയ വീഡിയോകളാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ തന്നെ ശ്രമിക്കാം. അത് സഹകരിക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമോ വന്ദനം.